വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അയ്യോ, ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ തമാശയ്ക്കൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കേട്ടോ, ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പം ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, ഇങ്ങനെ തമാശ. ഇപ്പോൾ സീരിയസ് ആയിട്ട് പറയുമ്പോൾ എനിക്ക് എന്തോ പോലെ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ, ഓ ദൈവമേ തേങ്ങ, ഇവളും തുടങ്ങി യൂട്യൂബ് ചാനലിൽ നിന്ന്. യെസ്, ഞാനും തുടങ്ങിയിരിക്കുകയാണ്. കുറേ നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ എനിക്കിങ്ങനെ ഇടയ്ക്ക് തോന്നാറുണ്ട്, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ. ഇങ്ങനെ തമാശ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ തമാശയ്ക്ക് ഇങ്ങനെ ഓരോരുത്തർക്ക് വീഡിയോ ഒക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പം ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, ഞാൻ ഇവിടെ നിൽക്കുവാണ്, ഞാൻ അവിടെ നിൽക്കുവാണ്, ഇങ്ങനെ തമാശയ്ക്ക് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പം പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ തോന്നും, ഓ എന്താ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്നിങ്ങനെ എനിക്ക് തോന്നും ഇടയ്ക്ക്. ഞാൻ വിചാരിക്കും വേണ്ട, ടാസ്ക്കാണ്. ഇപ്പം എന്താ നമ്മളിപ്പോൾ എന്താ കാണിക്കുക, എങ്ങനെയാണ് സംസാരിക്കുക, എനിക്ക് എന്നിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് സംസാരിക്കും, എങ്ങനെ സംസാരിക്കും, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ അത് ഇത് എന്നൊക്കെ വിചാരിച്ച് ഞാൻ പിന്നെ വേണ്ട എന്ന് പറഞ്ഞിങ്ങനെ തള്ളിക്കളയാറുണ്ട്. പിന്നെ എൻ്റെ അമ്മ ഒരു 4 വർഷം മുമ്പ് തൊട്ട് തന്നെ അമ്മ ഇങ്ങനെ പറയാറുണ്ട്, ദേവ നീ യൂട്യൂബ് ചാനൽ തുടങ്ങും ദേവ, നിനക്ക് എന്താ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടല്ലോ കാണിക്കാനായിട്ട്, നീ ചുമ്മാ നീ വ്ളോഗ് ചെയ്ത് തുടങ്ങ്, ഒരു രസമല്ലേ അതെന്നൊക്കെ പറഞ്ഞാൽ അമ്മ പണ്ട് 2019 തൊട്ടേ എന്നോട് എപ്പോഴും പറയാറുണ്ട്. ഞാൻ പിന്നെ ശരി ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഡിലേ ആക്കിക്കൊണ്ടിരുന്നു. ആൻഡ് ഫൈനലി ഇന്നാണ് എനിക്കത് തുടങ്ങാൻ തോന്നിയത്. അപ്പോൾ ഒരു ചെറിയ ഒരു ഷിഫ്റ്റ് വന്നു എൻ്റെ ലൈഫിൽ. ഞാനിപ്പോൾ UK-യിലാണ്. ഞാൻ ദുബായിലായിരുന്നു, വളർന്നതൊക്കെ ദുബായിലായിരുന്നു. ഞാൻ UG പഠിച്ചത് നാട്ടിലാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ ഫുൾ എന്താ സ്കൂള് പിന്നെ കോളേജ് ഫുൾ ടൈം എന്തെങ്കിലും ഇങ്ങനെ വെറുതെ ഞാൻ ഇരിക്കാറില്ല ആക്ച്വലി പറയുകയാണെങ്കിൽ. ഇപ്പം ഞാൻ UK-ക്ക് വന്നതിന് ശേഷം ഞാൻ വെറുതെ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു പണിയില്ല. എനിക്ക് കോളേജ് തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഇന്ന് 26 സെപ്റ്റംബറാണ്. എനിക്ക് 30 സെപ്റ്റംബറിന് ക്ലാസ് തുടങ്ങുള്ളൂ. അപ്പോൾ അതുവരെ എനിക്ക് കുറേ സമയമുണ്ട്. പിന്നെ അത് കഴിഞ്ഞാലും എനിക്ക് ചിലപ്പോൾ സമയം ഉണ്ടാവും. മോസ്റ്റ്ലി എനിക്കറിയില്ല എൻ്റെ ഷെഡ്യൂൾ എങ്ങനെയാണെന്നൊന്നും. പക്ഷേ ഞാൻ വെറുതെ ഇരിക്കുകയാണ്, ഒരു പണിയില്ല. വെറുതെ ഭക്ഷണം ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, ഉറങ്ങുന്നു, കുളിക്കുന്നു, തുണി അലക്കുന്നു, വെറുതെ ഗ്രോസറി വാങ്ങാൻ പുറത്ത് പോകുന്നു, പിന്നെ ഇടയ്ക്കൊന്ന് ചുമ്മാ കോളേജൊക്കെ കറങ്ങാൻ പോകുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇപ്പം ഞാൻ വെറുതെ ഇരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് തുടങ്ങാൻ തീരുമാനിച്ചത്. ഇത് കാണുമ്പം വേറെ ആർക്ക് സന്തോഷമായില്ലെങ്കിലും വേറെ ആർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എൻ്റെ അമ്മയ്ക്ക് സന്തോഷമാകും. അപ്പോൾ അതുകൊണ്ട് ഐ ഡെഡിക്കേറ്റ് ദിസ് ടു മൈ മദർ. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാനങ്ങനെ ഭയങ്കര പ്രിപ്പയർഡ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കോണ്ടൻറ്റ് ചെയ്യണം അങ്ങനെയൊന്നും അല്ല ഞാൻ ആലോചിച്ചത്. ചുമ്മാ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ ചെയ്ത കാര്യങ്ങൾ, ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, പിന്നെ കുട്ടി കാര്യങ്ങൾ. ഇപ്പം ഓൺ എ റെഗുലർ ഡേ ബേസിസ് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് UK-യിൽ വന്നതിന് ശേഷം എനിക്ക് ഫിക്സ് ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ശരിയാക്കണം എന്നെനിക്ക് തോന്നിയ ഒരു കാര്യമാണ് റൂട്ടീൻ. ഞാനൊരു റൂട്ടീൻ ഇല്ലാത്തവളാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ റൂട്ടീൻ ഇപ്പം രാവിലെ എണീക്കുന്നതാണെങ്കിലും ഉറങ്ങുന്നതാണെങ്കിലും ഞാൻ ഭയങ്കര ലേറ്റായിട്ട് എണീക്കുക, ലേറ്റായിട്ട് ഉറങ്ങുക, അങ്ങനത്തെ ഒരു സുഖമില്ലാത്തൊരു റൂട്ടീനാണ് എൻ്റെ. അതേപോലെ ഇപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് UK-യിൽ ഞാൻ 5-6 ദിവസമായിട്ടുള്ളൂ കേട്ടോ UK-യിൽ എത്തിയിട്ട്. ഞാൻ ലീഡ്സ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അപ്പം ഇവിടെ എത്തിയിട്ട് 5-6 ദിവസമായിട്ടുള്ളൂ. അപ്പം ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ പ്രോപ്പറായിട്ട്, അതായത് ഇപ്പം കുക്ക് ചെയ്യുകയാണെങ്കിലും ക്ലീൻ ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ തുണി കഴുകുകയാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ സ്വന്തമായി ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഇവിടെ വന്നതിന് ശേഷമാണ്. ദുബായിലുള്ള സമയത്ത് എൻ്റെ അമ്മയും എൻ്റെ വീട്ടുകാരൊക്കെ ആണെങ്കിൽ ചെയ്തു തരാറ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷം ചെറിയ കുട്ടി മാറ്റങ്ങൾ ഓൾറെഡി വന്നു. ഇനിയും എനിക്ക് കുറേ ഒരു റൂട്ടീനായിട്ട് എനിക്ക് ഫിക്സ് ചെയ്യാനുണ്ട്. അപ്പം ബേസിക്കലി അതാണ് എൻ്റെ മോട്ടീവ്, എനിക്കൊരു റൂട്ടീൻ ഫിക്സ് ചെയ്യണം. അപ്പം അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുക, പിന്നെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനത്തെ എൻ്റെ നോർമൽ ഡെയിലി റൂട്ടീൻസ് ആണെങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും പിന്നെ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണെങ്കിലും എൻ്റെ കോളേജ് കാര്യങ്ങളാണെങ്കിലും ഒക്കെ ചെറുതായിട്ട് നിങ്ങൾ
കാണാൻ ഇഷ്ടമുള്ളവർക്ക് കാണിച്ചു തരണം എന്നെനിക്കുണ്ട്. അത്രേ ഉള്ളൂ. ഇതായിരിക്കും ബേസിക്കലി നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു പോക്ക് എന്നാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ വിശ്വാസം. എനിക്കറിയില്ല. ഓക്കെ, ഹായ് ഗൈസ്. ഞാൻ ചെറുതായിട്ടൊന്ന് ലേറ്റായി. എനിക്കൊന്ന് യൂണിവേഴ്സിറ്റി പോകണമായിരുന്നു, സെമിനാർ ഉണ്ടായിരുന്നു. ഞാൻ ലേറ്റായി. ഞാൻ ഇവിടുത്തെ വഴികളൊക്കെ പഠിച്ചു തരുന്നേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ഞാൻ യൂസ് ടു ആവുന്നേ ഉള്ളൂ. നമ്മളെവിടെ പോയാലും അവരുടെ ക്ലൈമറ്റായിട്ട് നമ്മളൊരു പോയിൻ്റ് എത്തുമ്പോൾ യൂസ് ടു ആവുമല്ലോ. എനിക്ക് ആ പോയിൻ്റ് എത്താത്തതുകൊണ്ട് ഞാൻ തീരെ യൂസ് ടു ആയിട്ടില്ല. ഞാൻ കുടയൊക്കെ എടുക്കാൻ മറന്നുപോയി. ഇവിടെ നല്ല മഴയാണ്. ഇവിടെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ സമയമാണ്. ഇവിടുന്ന് സമ്മർ ടു വിൻ്റർ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഞാൻ കുട എടുക്കാനൊക്കെ മറന്നേ തിരിച്ച് ഓടേണ്ടി വന്നു. ഞാനൊരു റഷാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കുട്ടി കുട്ടി വ്ളോഗ്സും പിന്നെ കുറച്ച് പാട്ടുകളും കുറച്ച് ഫണ്ണൊക്കെ ആയിട്ട് നമുക്ക് ഇനി കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇനിയും ഫോൺ പിടിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ ചിലപ്പോൾ മൂക്കുത്തി വീഴും. പിന്നെ എനിക്ക് പറയാനുള്ളത്, സാധാരണ വ്ളോഗേഴ്സൊക്കെ പറയുന്ന പോലെ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ വ്ളോഗ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ കുത്തണം. എനിക്കറിയുന്നത് എല്ലാവരും പറയുമ്പോൾ നിങ്ങൾക്ക് ബോറാവുമെന്ന്. പിന്നെ എൻ്റെ ലുക്കും സംസാരമൊക്കെ കണ്ടിട്ട് ഞാൻ ജാടയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരിക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് പ്രോപ്പർ വ്ളോഗ്സായിട്ട് നമുക്കിനി നെക്സ്റ്റ് വ്ളോഗ് തൊട്ട് കാണാം. ഇപ്പോൾ ഞാൻ ചുമ്മാ ബബ്ബ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രോപ്പർ വ്ളോഗ്സായിട്ട് നമുക്ക് ഇനിയും കാണാം. നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ താല്പര്യമുണ്ട് എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. അതുവരേക്കും ബൈ.